jumps from the top of a house with a box of weight 25 kilogram weight on his head. What will be the weight of the box experienced by the thief during his downward fall? Justify your answer. ഒരു കള്ളൻ ഒരു ബോക്സ് തള്ളി വെച്ച് എന്ത് ചെയ്യാണ്? ചാടുക. അങ്ങനെ ചാടുന്ന സമയത്ത് ആ ബോക്സിന്റെ വെയിറ്റ് എത്രമാത്രം വെയിറ്റ് ആയിട്ട് ഫീൽ ചെയ്യും? അതാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം ചാടുന്ന സമയത്ത് ഫ്രീ ഫോൾ ആണല്ലേ. ലിഫ്റ്റിന്റെ കേസ് ഓർക്കുന്നുണ്ടോ? എന്താ R = m × G - എന്ന് പറഞ്ഞ പോലെ. അപ്പോ ഫ്രീ ഫോളിന്റെ കേസിൽ എത്ര വെയിറ്റ്, എത്ര അപ്പാരന്റ് വെയിറ്റ്? 0. അപ്പൊ അയാൾക്ക് എന്ത് തോന്നില്ല? ആ വെയിറ്റ് അവിടെ തോന്നുന്നില്ല. പറഞ്ഞു മനസ്സിലായോ? ഫ്രീ ഫോളിന്റെ കേസിൽ വെയിറ്റ് തോന്നുന്നില്ല. ലിഫ്റ്റിന്റെ കേസിൽ നമ്മൾ പറഞ്ഞു ഫ്രീ ഫോളിന്റെ കേസിൽ R = m × G - എന്ന് വരും, 0 എന്ന് വരും എന്ന് പറഞ്ഞ പോലെ ഇവിടെ ആ തീഫിന് എന്ത് ചെയ്യില്ല? ആ ബോക്സിന്റെ വെയിറ്റ് ഫീൽ ചെയ്യത്തില്ല. താഴെ എത്തുമ്പോഴേ ആ താഴെ ടച്ച് ചെയ്യുമ്പോഴേ എന്ത് ചെയ്യുള്ളൂ? അയാൾക്ക് ആ വെയിറ്റ് തോന്നുള്ളൂ. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ എന്റെ ആൻസർ 0 ആണ്. വെയിറ്റ് തോന്നുന്നില്ല അയാൾക്ക്, വെയിറ്റ്ലെസ്നെസ്, ഫ്രീ ഫോൾ ആയതുകൊണ്ടാണ് കേട്ടോ. നെക്സ്റ്റ് വൺ. Friction is a force acting between two surfaces in contact when there is a relative motion between them. Consider a car moving over a horizontal road. What will be the direction of friction force acting between the road and tire? ഒരു കാർ മൂവ് ചെയ്യുമ്പോൾ അവിടെ ഫ്രിക്ഷൻ ആക്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഡയറക്ഷൻ ഓഫ് ഫ്രിക്ഷൻ എന്തായിരിക്കും? ഓപ്പോസിറ്റ് മോഷൻ ആയിരിക്കും. അത്രയേ ഉള്ളൂ. മോഷൻ എങ്ങോട്ടൊക്കെ ആയിരിക്കും അതിന് ഓപ്പോസിറ്റ് ആയിരിക്കും ആരെ ആക്ട് ചെയ്യുക? ഫ്രിക്ഷൻ ആക്ട് ചെയ്യുക. അത്രയേ ഉള്ളൂ. ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. According to Newton's law of motion, the force depends on the rate of change of momentum. State whether the force is external or internal. Justify your answer. എന്താണ് ന്യൂട്ടൺ സെക്കൻഡ് ലോ പറയുന്നത്? F = dp/dt. Right? F = dp/dt. എന്താണ് സ്റ്റേറ്റ്മെന്റ്? Rate of change of momentum is directly proportional to net external force acting on it, and the change in momentum takes place in the direction of force. അതാണ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അതായത് ഫോഴ്സ് എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റത്തിനോട് ഈക്വൽ ആണ്. പക്ഷെ ആ ഫോഴ്സ് എന്തായിരിക്കണം? നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ആയിരിക്കും. നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ആയിരിക്കണം. അപ്പോൾ എന്താണ് ആൻസർ എന്ന് പറയുന്നത്? സ്റ്റേറ്റ് വെദർ ദി ഫോഴ്സ് ഈസ് എക്സ്റ്റേണൽ ഓർ ഇന്റേണൽ. എന്താണ്? എക്സ്റ്റേണൽ ആണ്. ഓക്കെ. ഇനി എന്താ റീസൺ? ഇന്റേണൽ ഫോഴ്സിന് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല? മൊമെന്റം ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് അങ്ങനെ എഴുതി. ഓക്കെ. ഒരു മാർക്കിന്റെ ക്വസ്റ്റൻ അത്രയും. എക്സ്റ്റേണൽ ഫോഴ്സ് ആണെങ്കിൽ മാത്രമേ മൊമെന്റം ചേഞ്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ ആ സിസ്റ്റത്തിന്റെ. പക്ഷെ ഇന്റേണൽ ഫോഴ്സ് ആണെങ്കിലോ ആ സിസ്റ്റം നോക്കുമ്പോൾ മൊമെന്റം ചേഞ്ച് ഉണ്ടാവില്ല. ഓക്കെ. അപ്പോ എക്സ്റ്റേണൽ ഫോഴ്സ് ആണെങ്കിൽ മാത്രമേ മൊമെന്റം ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഇന്റേണൽ ഫോഴ്സിന് മൊമെന്റം ചേഞ്ച് ചെയ്യാൻ കഴിയില്ല. അതാണ് റീസൺ. ഓക്കെ. ക്ലിയർ അല്ലേ? അപ്പോ F = dp/dt ആണ് സെക്കൻഡ് ലോ. നമുക്കറിയാം ആ F എന്തായിരിക്കണം? എക്സ്റ്റേണൽ ഫോഴ്സ് ആയിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ. What happens to the linear momentum when the force is absent? ഫോഴ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ, ഫോഴ്സ് ആബ്സെന്റ് ആണെങ്കിൽ എന്തായിരിക്കും? What happens to the linear momentum? നോക്കാം നമുക്ക്. F 0 ആണെങ്കിൽ, if F = 0, we'll get dp/dt = 0. That is d/dt of p = 0. അല്ലേ? dp/dt എങ്ങനെ എഴുതാം? d/dt of p എന്ന് എഴുതാം. അപ്പൊ d/dt of p = 0. ഇനി that is derivative of p = 0. എപ്പോഴാണ് ഡെറിവേറ്റീവ് 0 വരുന്നത്? കോൺസ്റ്റന്റ് ആണ്. ഇപ്പൊ എന്ത് കിട്ടി? p = കോൺസ്റ്റന്റ്. അതായത് മൊമെന്റം കൺസർവ്ഡ് ആയിരിക്കും. മൊമെന്റം കോൺസ്റ്റന്റ് ആയിരിക്കും. മൊമെന്റം കൺസർവ്ഡ് ആയിരിക്കും. അപ്പോ if there is no external force, momentum is constant, momentum is conserved. External force ഇല്ലെങ്കിൽ എന്തായിരിക്കും? മൊമെന്റം കോൺസ്റ്റന്റ് ആയിരിക്കും. മൊമെന്റം കൺസർവ്ഡ് ആയിരിക്കും. ക്ലിയർ? നെക്സ്റ്റ് വൺ. സി പാർട്ട്. The motion of a particle of mass m is described by y = ut plus half gt square. Find the force acting on the particle. y = ut plus half gt square ആണ് മോഷൻ തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ബോഡിയിലാക്കുന്ന ഫോഴ്സ് കാണും. ഓക്കെ. സോ y = ut plus half gt square. What is y? ഡിസ്റ്റൻസ് ആണ്, അല്ലേ? ഡിസ്പ്ലേസ്മെന്റ് ആണ്. ആദ്യം നമുക്ക് എന്ത് കിട്ടും? വെലോസിറ്റി കിട്ടും. എങ്ങനെ വെലോസിറ്റി കിട്ടും? നമുക്കറിയാം വെലോസിറ്റി എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ആണ്. ദാറ്റ് ഈസ് d/dt of y ആണ്. dy/dt ആണ് വെലോസിറ്റി. എന്താ ചെയ്യണ്ടേ? ആ മോളുള്ളത് എന്ത് ചെയ്യാം? ഡിഫറൻഷിയേറ്റ് ചെയ്യാം വിത്ത് റെസ്പെക്ട് ടു t. അപ്പൊ എന്ത് വരും? d/dt of ut plus
ഹാഫ് ജി ടി സ്ക്വയർ വരും. സെപ്പറേറ്റ് ചെയ്യാൻ വേണമെങ്കിൽ ഡി ബൈ ഡി ടി ഓഫ് യു ടി പ്ലസ് ഡി ബൈ ഡി ടി ഓഫ് ഹാഫ് ജി ടി സ്ക്വയർ. ഓക്കെ, യു കോൺസ്റ്റന്റ് ഇനീഷ്യൽ വെലോസിറ്റി പുറത്ത് വരും. അപ്പോൾ യു ഡി ടി ബൈ ഡി ടി വരും. എന്താ ഡി ടി ബൈ ഡി ടി? 1 ആണ്. പ്ലസ് ഹാഫ് കോൺസ്റ്റന്റ് ജി കോൺസ്റ്റന്റ്. അപ്പൊ ഹാഫ് കോൺസ്റ്റന്റ് ജി കോൺസ്റ്റന്റ് വെളിയിൽ വന്നു. അടുത്ത ഡി ബൈ ഡി ടി ഓഫ് ആരാണ്? ടി സ്ക്വയർ. യു പ്ലസ് ഹാഫ് ജി ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് ടി സ്ക്വയർ. നമുക്കറിയാം ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ്പ്രഷൻ എന്താണ്? ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ എന്താണ്? പവർ ഇൻറ്റു പവർ ഒന്ന് കുറച്ചത് n ഇൻറ്റു എക്സ് റേസ് ടു n മൈനസ്. അങ്ങനെയാണെങ്കിൽ ഡി ബൈ ഡി ടി ഓഫ് ടി സ്ക്വയർ എന്തായിരിക്കും? പവർ ഇൻറ്റു പവർ ഒന്ന് കുറച്ചത് 2 മൈനസ്. റൈറ്റ്, 2 കട്ടായി. എന്താ കിട്ടുക? യു പ്ലസ് ജി ടി എന്ന്. യു പ്ലസ് ജി ഇൻറ്റു ടി റേസ് ടു 2 മൈനസ് എന്താ? ടി അല്ലെ? യു പ്ലസ് ജി ടി എന്ന്. അപ്പൊ ബിക്ക് ഒരു ഇക്വേഷൻ കിട്ടി. എന്താ കിട്ടിയത്? വി ഇസ് ഈക്വൽ ടു യു പ്ലസ് ജി ടി. അദ്ദേഹം ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഡിസ്പ്ലേസ്മെന്റ് ഡെറിവേറ്റീവ് ആണ് അത് വെലോസിറ്റി. ഡി വൈ ബൈ ഡി ടി ആണ് വെലോസിറ്റി. എന്താണ് വെലോസിറ്റി കിട്ടിയത്? യു പ്ലസ് ജി ടി. റൈറ്റ്, നമുക്ക് വേണ്ടത് ഫോഴ്സ് ആണ് അല്ലെ? ഫോഴ്സ് ആണ് നമുക്ക് വേണ്ടത്. നമുക്കറിയാം ഫോഴ്സ് ഈക്വൽ എന്താ? എം എ ആണ്. അപ്പൊ നമുക്ക് എ വേണം. നമുക്ക് ബി വരെ കിട്ടി. അതിൽ 4 വേണമെങ്കിൽ എ വേണം. അപ്പൊ എന്താ റിലേഷൻ? ആക്സിലറേഷൻ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണ്. ഡി വി ബൈ ഡി ടി ആണ് ആക്സിലറേഷൻ. വി നമുക്കറിയാലോ, കൊണ്ടേ കൊടുക്കുക. സോ എ ഇസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് യു പ്ലസ് ജി അല്ലെ? എന്താ വി കിട്ടിയേക്കണേ? യു പ്ലസ് ജി ഡെറിവേറ്റീവ് ആണ്. അപ്പോ എ ഇസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് യു പ്ലസ് ഡി ബൈ ഡി ടി ഓഫ് ജി അല്ലെ? റൈറ്റ്, നോക്കാം. യു എന്താ? കോൺസ്റ്റന്റ്. ഡെറിവേറ്റീവ് ഓഫ് കോൺസ്റ്റന്റ് എന്താ? 0. റൈറ്റ്, സോ എ ഈക്വൽ ടു 0. Then d by dt of gt, g constant, or g വെളിയിൽ വരും. Then dt by dt വരും അല്ലെ? g വെളിയിൽ വന്നാൽ പിന്നെ ബാക്കി ആരാണ്? dt by dt 1. അപ്പൊ എന്താ കിട്ടിയത്? a equal to g എന്ന്. അങ്ങനെ നമ്മൾ a കണ്ടുപിടിച്ചു. വാട്ട് ഈസ് a? g. എന്താ വേണ്ടേ? എന്തായിരുന്നു ക്വസ്റ്റ്യൻ? you need to find the force അല്ലെ? find the force acting on the particle. ഫോഴ്സ് ആണ് വേണ്ടത്. അപ്പൊ നമുക്കറിയാം f equal to ma എന്ന് അറിയാലോ. So f equal to f ആണ് വേണ്ടത്. f equal to ma ആണ്. Then we will get f equal to m into g എന്ന്. അല്ലെ? എന്തായിരുന്നു? g ആണ്. എന്താ കിട്ടിയ ആൻസർ? f equal to mg എന്ന ആൻസർ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ എന്താ അറിയണം? തന്നേക്കുന്ന ഡിസ്പ്ലേസ്മെന്റ് ഒന്ന് മനസ്സിലാവണം. അതിൽ നിന്ന് എന്താക്കണം? നമുക്ക് ഫോഴ്സ് ആണ് വേണ്ടേ, ma വേണം. അപ്പൊ a വേണമെന്ന് അറിയാം. അപ്പൊ y നിന്ന് എന്ത് ചെയ്യണം? a ഉണ്ടാക്കണം. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ഡെറിവേറ്റീവ് കാണുമ്പോൾ വെലോസിറ്റി കിട്ടും. ഒന്നുകൂടെ കാണുമ്പോൾ എന്ത് കിട്ടും? ആക്സിലറേഷൻ കിട്ടും. കൊണ്ടേ കൊടുക്കുക, ഫോഴ്സ് കിട്ടും. ഓക്കെ, അടുത്തത് D part. Why is it more difficult to rotate a stone by tying it to a longer string than a shorter string? നമ്മളൊരു കല്ല് കെട്ടി കറക്കുന്ന സമയത്ത് വലിയ ഒരു കയറിലാണ് കല്ല് കിട്ടുന്നതെങ്കിൽ കറക്കാൻ ഭയങ്കര പാടായിരിക്കും. എന്നാൽ ചെറിയ കയറാണെങ്കിലോ കറക്കാൻ കുറെ കൂടെ ഈസി ആയിരിക്കും. എന്താ റീസൺ? ഓക്കെ, ഒരു ബോഡി മൂവ് ചെയ്യിക്കണമെങ്കിൽ നമുക്ക് ഫോഴ്സ് അപ്ലൈ ചെയ്യണം. ട്രാൻസ്ലേഷൻ ആണെങ്കിൽ എന്ത് ചെയ്യണം? ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യണം. എന്നാൽ സർക്കുലർ മോഷൻ ആണെങ്കിൽ അവിടെ എന്താ ആക്ട് ചെയ്യണം? ടോർക്ക് അപ്ലൈ ചെയ്താൽ മാത്രമേ കറക്കുള്ളൂ. നമ്മൾ കൈ കൊണ്ട് ഒരു ടോർക്കാണ് അപ്ലൈ ചെയ്യുന്നത്. ടോർക്ക് അപ്ലൈ ചെയ്താൽ മാത്രമേ കറക്കുള്ളൂ. ക്ലിയർ? ഇനി നമ്മുടെ രണ്ട് കേസ് നമുക്കറിയാം. എന്താണ്? ഒന്നൊരു വലിയ സർക്കിൾ കറക്കാണ്, ഒന്നൊരു ചെറിയ സർക്കിൾ കറക്കാണ്. ഓക്കെ, അപ്പോ സർക്കുലർ മോഷന്റെ കേസിൽ നമ്മൾ എന്താ പ്രൊവൈഡ് ചെയ്യുന്നത്? കൈകൊണ്ട് ടോർക്കാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഫോഴ്സ് അല്ല. ടോർക്ക്. ടോർക്കിന്റെ ഇക്വേഷൻ നമുക്കറിയാം. ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അല്ലെ? അല്ലെങ്കിൽ ആർ ക്രോസ് എഫ് എന്നൊക്കെ പറയും. ആർ ക്രോസ് എഫ്. ആർ ക്രോസ് എഫ്. ടോർക്ക് ഈസ് ഈക്വൽ ആർ ക്രോസ് എഫ് അല്ലെ? അപ്പോ ആ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അവിടെ എന്താ? ഈ റേഡിയസ് ആണ്, ആ ലെങ്ത് ആണ്, ആ ലെങ്ത് ആണ്. അപ്പൊ ടോർക്ക് എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്.
അപ്പോ 6 കൂടി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ടോർക്ക് കൂടും, കറക്കാൻ ആവശ്യമായ ടോർക്ക് കൂടും അല്ലെ? അപ്പൊ വലിയ സർക്കിൾ ആണെങ്കിൽ ആ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് റേഡിയസ് ആണ്. അപ്പൊ വലിയ സർക്കിളാണ് കറക്കുന്നെങ്കിൽ എന്താ പറ്റുക? ആ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കൂടുതലായിരിക്കും. സോ ടോർക്ക് റിക്വയർഡ് കൂടുതലായിരിക്കും. അതാണ് റീസൺ. അപ്പോ വലിയ സർക്കിളിൽ കറക്കുന്നതാണോ ചെറിയ സർക്കിൾ കറക്കുന്നതാണോ എളുപ്പം? ചെറിയ സർക്കിൾ കറക്കുന്നതാണ്. എന്താ റീസൺ? കറക്കാൻ ടോർക്കാണ് ആവശ്യം. സർക്കുലർ മോഷന് ടോർക്കാണ് ആവശ്യം. ടോർക്ക് ഡിപെൻഡ്സ് ഓൺ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. വലിയ സർക്കിൾ ആണെങ്കിൽ ആ റേഡിയസ് ആണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ റേഡിയസ് കൂടുതലായതുകൊണ്ട് ആ ഡിസ്റ്റൻസ് കൂടുതലായിരിക്കും. സോ ടോർക്ക് റിക്വയർഡ് കൂടുതലായിരിക്കും. ക്ലിയർ? അപ്പൊ എന്താ ആൻസർ? ടോർക്കാണ്. ടോർക്കിന്റെ ബേസിൽ പറയാം. ടോർക്ക് റിക്വയർഡ് എവിടെയാണ് കൂടുതൽ? വലിയ സർക്കിളിലാണ് കൂടുതൽ. ഇവിടെ ടോർക്ക് കുറച്ചു. മാക്സ് ഫോർ പെട്ടെന്ന് പറയാണ്. ഏതാ ഫണ്ടമെന്റൽ ഫോഴ്സ്? ഏതാ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. റൈറ്റ്? ഏതാ ന്യൂട്ടൺ ഫസ്റ്റ് ലോ? നമുക്കറിയാം ഇനേഷ്യയുടെ ബേസിലാണ് ന്യൂട്ടൺ ഫസ്റ്റ് ലോ പറയുന്നത്. അടുത്ത ഏതാ സ്ട്രോങ് ഫോഴ്സ്? ന്യൂക്ലിയർ ഫോഴ്സ്. കെപ്ലർ ലോസ് ഓഫ് പ്ലാനറ്ററി മോഷൻ. സർക്കുലർ മോഷൻ ഏതാ? സെന്റിമെന്റൽ ഫോഴ്സ് ആണ് അല്ലെ? ന്യൂട്ടൺസ് തേർഡ് ലോ എക്സാമ്പിൾ എന്താ? റിക്കോയിൽ ഓഫ് ക്ലിയർ? ഓക്കെ അല്ലേ? കൂടുതൽ ഞാൻ പറയുന്നില്ല, അത്രയൊക്കെ പറയാനുള്ളൂ. Write the reasons for the following. Action and reaction are equal and opposite, yet they do not cancel each other. Why? ആക്ഷനും റിയാക്ഷനും ഈക്വൽ ആണ്, ഓപ്പോസിറ്റ് ആണ്. പക്ഷെ എന്ത് ചെയ്യുന്നില്ല? ക്യാൻസൽ ആയി പോകുന്നില്ല. എന്താ റീസൺ? ഇപ്പൊ ഞാൻ ഒരു ബ്ലോക്ക് ഇരിക്കാം. അപ്പോൾ ഇതിന്റെ കൈയാന്ന് വെച്ചു. ഞാൻ കൈ വെച്ച് എന്റെ കൈയാന്ന് വെച്ചോ എന്ത് ചെയ്യാണ്? തള്ളുകയാണ്, ഒരു പുഷ് ചെയ്യണം. ഓക്കെ? പുഷ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഫോഴ്സ് കൊടുക്കുന്നുണ്ട് അല്ലെ? ഫോഴ്സ് ആ ബ്ലോക്കിലോട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ഫോഴ്സ് ഉണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവും? റിയാക്ഷൻ ഉണ്ടാവും. അപ്പൊ തിരിച്ചെന്ത് വരും? തിരിച്ചൊരു റിയാക്ഷൻ ഉണ്ടാവും. ആ ഫോഴ്സും റിയാക്ഷൻ എങ്ങനെയാ? ഈക്വൽ ആണെന്നാണ് തേർഡ് ലോ പറയുന്നത്. ഫോർ എവറി ആക്ഷൻ there is an equal and opposite reaction അല്ലെ? അപ്പൊ എഫ് മാറും അവിടെ ഈക്വൽ നമുക്കറിയാം. പക്ഷെ എന്നിട്ട് അവിടെ ക്യാൻസൽ ആയി പോകുന്നത് നമുക്കറിയാം. രണ്ട് ഫോഴ്സ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ നോക്കി, ഒരു ബ്ലോക്കിൽ 10 ന്യൂട്ടൺ റൈറ്റിലേക്ക് അപ്ലൈ ചെയ്തു, 10 ന്യൂട്ടൺ ലെഫ്റ്റിലേക്ക് അപ്ലൈ ചെയ്തു. അപ്പൊ ഇതിന്റെ സം ഓഫ് ഫോഴ്സ് 10 - 10 ഈക്വൽ 0 നമുക്കറിയാം അല്ലെ? സം ഓഫ് ഫോഴ്സ് 0 ആണ്. പക്ഷെ ഈ ഒരു കേസിൽ ആ ബ്ലോക്ക് മൂവ് ചെയ്യും. ഞാൻ 10 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ ഫോഴ്സ് അവിടെ 0, നെറ്റ് ഫോഴ്സ് 0 അല്ല. നെറ്റ് ഫോഴ്സ് 0 ആണെങ്കിൽ എന്ത് ചെയ്യില്ല? ആ ബ്ലോക്ക് മൂവ് ചെയ്യില്ല. എന്ത് ചെയ്യുന്നുണ്ട് അവിടെ? ആ ബ്ലോക്ക് മൂവ് ചെയ്യുന്നു. ഓക്കെ? ഈ ബ്ലോക്കില് ഞാൻ 10 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് 10 ന്യൂട്ടൺ ഫോഴ്സ് ഓപ്പോസിറ്റ് ഉണ്ടാവുന്നുണ്ട്. പക്ഷെ എന്നിട്ടും അവിടെ നെറ്റ് ഫോഴ്സ് 0 അല്ല, ബ്ലോക്ക് മൂവ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ കേസിൽ 10 ന്യൂട്ടൺ അങ്ങോട്ടും ഉണ്ട്, 10 ന്യൂട്ടൺ ഇങ്ങോട്ടും ഉണ്ട്, നെറ്റ് ഫോഴ്സ് 0 ആണ്, ബ്ലോക്ക് മൂവ് ചെയ്തില്ല. അപ്പൊ ഇവിടെ മൂവ് ചെയ്യുന്നുണ്ട്, ഇവിടെ മൂവ് ചെയ്യുന്നില്ല. അപ്പൊ എന്താ ഡിഫറൻസ്? ഞാൻ അപ്ലൈ ചെയ്യുന്ന 10 ന്യൂട്ടൺ അത് ആക്ട് ചെയ്യുന്നത് ആ ബ്ലോക്കിലാണ്. ഞാൻ കൊടുക്കുന്ന ഫോഴ്സ് എവിടെ ആക്ട് ചെയ്യുന്നത്? ബ്ലോക്കിലാണ് ആക്ട് ചെയ്യുന്നത്. എന്നാൽ ഓപ്പോസിറ്റുള്ള റിയാക്ഷൻ 10 ന്യൂട്ടൺ എവിടെ ആക്ട് ചെയ്യുന്നത്? എന്റെ കയ്യിൽ ആക്ട് ചെയ്യുന്നത്. ഞാൻ ഒരു ബ്ലോക്കിനെ തള്ളുകയാണെങ്കിൽ, ഞാൻ ഒരു ബ്ലോക്കിനെ പുഷ് ചെയ്യുകയാണെങ്കിൽ, ഞാൻ കൊടുക്കുന്ന ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ആ ബ്ലോക്കിലാണ്. എന്നാൽ ബ്ലോക്ക് റിയാക്ഷൻ തരുന്നുണ്ട്. ആ റിയാക്ഷൻ ആക്ട് ചെയ്യുന്നത് എവിടെയാണ്? അതെന്റെ കയ്യിലാണ്. അപ്പോ ഈ ഫോഴ്സും റിയാക്ഷനും ആക്ട് ചെയ്യുന്ന ഒരേ ബോഡിയിലാണോ? അല്ല. രണ്ടും ആക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഡിഫറെന്റ് ബോഡിയിലാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റത്തില്ല. കാരണം എഫ് ആക്ട് ചെയ്യുന്നത് ഒരു ബോഡിയിലാണെങ്കിൽ റിയാക്ഷൻ ആക്ട് ചെയ്യുന്നത് എവിടെയാ? മറ്റേ ബോഡിയിലായിരിക്കും. ഫോഴ്സും റിയാക്ഷൻ ആക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? രണ്ടും ഡിഫറെന്റ് ബോഡീസിലാണ്. ക്ലിയർ? അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? രണ്ടും കൂടെ ക്യാൻസൽ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഇവിടെ നോക്കി, ഇവിടെ ഈ 10 ന്യൂട്ടനും ഈ 10 ന്യൂട്ടനും ആക്ട് ചെയ്യുന്നത് എവിടെയാ? സെയിം ബോഡിയിലാണ്. അപ്പൊ എന്ത് ചെയ്യാം? 10 - 10 0 എന്ന് എടുക്കാൻ പറ്റും, ക്യാൻസൽ ചെയ്യും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. 10 ന്യൂട്ടൺ ഫോഴ്സ് കൊടുക്കുമ്പോൾ ആ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ബ്ലോക്കിൽ, എന്നാൽ റിയാക്ഷനോ എന്റെ കയ്യിൽ. ഫോഴ്സും റിയാക്ഷനും രണ്ടും ആക്ട് ചെയ്യുന്ന എവിടെയാണ്? ആക്ഷനും റിയാക്ഷനും എവിടെയാണ്? രണ്ടും വെവ്വേറെ ബോഡിയിലാണ്. രണ്ടും കൂടെ ക്യാൻസൽ ചെയ്യാൻ പറ്റത്തില്ല. ക്ലിയർ? എ പാർട്ട് കഴിഞ്ഞു. നൗ ബി പാർട്ട്. A cricketer moves his hands backwards while holding a catch. നമുക്കറിയാം ഒരു ക്രിക്കറ്റർ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളാണെങ്കിൽ എന്താ ചെയ്യുക? ക്യാച്ച് എടുക്കുന്ന സമയത്ത്
പയ്യെ കൈ പുറകോട്ട് വലിക്കും. റൈറ്റ്, എസ്പെഷ്യലി കീപ്പർ കൈ എന്താ ചെയ്യുക, പുറകോട്ട് വലിക്കുന്നുണ്ട്. എന്താണ് റീസൺ? നമുക്കറിയാം സെക്കൻഡ് എന്താ, എഫ് ഈസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി. എഫ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി. ബോൾ നല്ല സ്പീഡിലാണ് വരുന്നത്, ബോളിന് മാസിന്റെ സ്പീഡ് ഉണ്ട്, അപ്പൊ ഒരു മൊമെന്റം ഉണ്ടാകുന്നല്ലോ. അത് കയ്യിൽ വരുമ്പോൾ എന്ത് ചെയ്യണം, നിക്കണം അവസാനം. അപ്പൊ മൊമെന്റം എം ഇൻറ്റു വി അതെന്തായിട്ട് മാറും, 0 ആയിട്ട് മാറും. ശരിയല്ലേ? അല്ലെ? അവിടെ ഒരു മൊമെന്റം ചേഞ്ച് ഉണ്ട്. ബോളിന് ഒരു വെലോസിറ്റി ഉണ്ട്, ഒരു ബോൾ കയ്യിലേക്ക് വരികയാണ്, നല്ല സ്പീഡിലാണ് വരുന്നത്. അപ്പൊ മാസിന്റെ വെലോസിറ്റി ഉണ്ട്, ഒരു മൊമെന്റം ഉണ്ട് ബോളിന്. അത് വന്ന് എന്ത് ചെയ്യും, എന്റെ കയ്യിലേക്ക് വരുമ്പോ നിക്കണം, അല്ലെ? എന്താ ചെയ്യാ, സ്റ്റോപ്പ് ചെയ്യണ്ടേ. അപ്പൊ അവസാനം എന്റെ കയ്യിൽ ആ ബോൾ റെസ്റ്റിലായിരിക്കും. എന്തായി മൊമെന്റം 0. അപ്പൊ ബോളിന്റെ മൊമെന്റം എമ്മിൽ നിന്ന് 0 ആയിട്ട് മാറി, മൊമെന്റം അവിടെ മാറുന്നുണ്ട്, അല്ലെ? ശരിയല്ലേ? മൊമെന്റം മാറുന്നുണ്ട്. ഇനി അപ്പൊ മൊമെന്റം ചേഞ്ച് ആണോ ഉണ്ട്, ഡി ടി നോക്കാം. എന്താണ് ആ ചേഞ്ച് ആണ്, ആ ടൈം, ആ മൊമെന്റം മാറാൻ വേണ്ട ടൈമാണ്. ഓക്കെ, എഫും ഡി ടിയും എങ്ങനെയാന്ന് നോക്കി. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ അല്ലേ, എഫ് മുകളിലാണെങ്കിൽ ഇത് താഴെയാണ്, അല്ലെ? എഫ് മുകളിലാണെങ്കിൽ ഡി ടി അവിടെ താഴെയാണ്. അപ്പൊ മൊമെന്റം ചേഞ്ച് ചെയ്യാൻ എടുത്ത സമയം കൂടുതലാണെങ്കിൽ ഫോഴ്സ് എങ്ങനെയായിരിക്കും, കുറവായിരിക്കും, അല്ലെ? എഫ് മുകളിലാണെങ്കിൽ ഡി ടി അവിടെ താഴെയാണ്, ഇൻവേഴ്സ്ലി ആണ്. മൊമെന്റം ചേഞ്ച് ചെയ്യാൻ എടുത്ത സമയം കൂടുതലാണെങ്കിൽ, ആ ചേഞ്ച് ഇൻ ടൈം എന്ന് പറയുന്നത് കൂടുതലാണെങ്കിൽ ഫോഴ്സ് എങ്ങനെയായിരിക്കും, കുറവായിരിക്കും. അപ്പൊ നോക്കി, ഒരു ബോള് അവിടുന്ന് വരികയാണ്, ഞാൻ ക്യാച്ച് ചെയ്തിട്ട് പയ്യെ കൈ പുറകോട്ട് വലിക്കുകയാണ്. അപ്പൊ എന്താ, ആ ബോളിന്റെ വെലോസിറ്റി പയ്യെ പയ്യാണ് കുറയുന്നത്. അതായത് മൊമെന്റം കുറയാൻ സമയം എടുക്കുന്നുണ്ട്, ടൈം എടുക്കുന്നുണ്ട്. അപ്പൊ ഡി ടി കൂടുതലാണ്, ചേഞ്ച് മൊമെന്റം ചേഞ്ച് ചെയ്യാൻ വേണ്ട സമയം എങ്ങനെയാണ്, കൂടുതലാണ്. നേരെ മറിച്ച് ബോൾ അവിടുന്ന് വരികയാണ്, ഞാൻ ജസ്റ്റ് ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്, കൈ ബാക്കോട്ട് കൊണ്ടുവരുന്നില്ല. അപ്പൊ എന്താ പറ്റുക, മൊമെന്റം പെട്ടെന്ന് 0 ആയിട്ട് മാറും, അല്ലെങ്കിൽ ആ ബോളിന്റെ സ്പീഡ് എന്തായിട്ട് മാറും, പെട്ടെന്ന് തന്നെ സ്പീഡായിട്ട് മാറും. അപ്പൊ ഡി ടി കുറച്ചെടുക്കുള്ളൂ, ആ ടൈം ടേക്കൺ ടു ചേഞ്ച് മൊമെന്റ് ആയിരിക്കും വളരെ കുറവായിരിക്കും. എന്റെ കൈ അനക്കുന്നില്ലല്ലോ, പെട്ടെന്ന് എന്ത് ചെയ്യും, ആ ബോള് റെസ്റ്റിലോട്ട് വരും, മൊമെന്റ് എന്തായിട്ട് മാറും, 0 ആയിട്ട് മാറും. അപ്പോ ടൈം ടേക്കൺ എങ്ങനെയാ, വളരെ കുറവായിരിക്കും. അപ്പൊ ഡി ടി കുറവാണെങ്കിൽ ഫോഴ്സ് എങ്ങനെയായിരിക്കും, ഫോഴ്സ് കൂടുതലായിരിക്കും, നല്ല ഫോഴ്സ് ആയിരിക്കും കയ്യിൽ ആക്ട് ചെയ്യും, വേദനിക്കും. അപ്പോ ബോള് നല്ല സ്പീഡിൽ വരികയാണെങ്കിൽ കൈ വേദനിക്കാതിരിക്കണമെങ്കിൽ എന്താ ചെയ്യാം, എന്തായാലും മൊമെന്റം 0 ആയോ, വെലോസിറ്റി 0 ആയിട്ട് മാറും. എന്താ ചെയ്യണ്ടേ, ആ വെലോസിറ്റി മാറുമ്പോൾ എന്ത് ചെയ്യണം, പയ്യെ ചേഞ്ച് ചെയ്യണം. അല്ലെങ്കിൽ മൊമെന്റ് എങ്ങനെ ചേഞ്ച് ചെയ്യണം, പയ്യെ സമയം എടുത്ത് വേണം ചെയ്യാൻ, ചേഞ്ച് ചെയ്യിക്കാൻ. അപ്പൊ എന്താ ചെയ്യാ, അപ്പൊ ക്രിക്കറ്റിൽ നല്ല പരിചയമുള്ളതാണെങ്കിൽ എന്താ ചെയ്യാ, കൈ പയ്യെ പുറകോട്ട് വലിച്ച് എന്താ ചെയ്യാ, മൊമെന്റം പയ്യെ പയ്യെ ഗ്രാജുവലി എന്ത് ചെയ്യും, 0 ആയിട്ട് കൊണ്ടുവരും. കളിക്കാതെ എന്താ ചെയ്യാം, നേരെ പിടിച്ചു നിർത്തും, അല്ലെ? അപ്പൊ കൈ എന്താ ചെയ്യാം, നല്ലോണം വേദനിക്കും. കാരണം എന്താ, മൊമെന്റം ചേഞ്ച് ചെയ്ത് 0 ആയിട്ട്, പക്ഷെ ടൈം എടുത്തില്ല. ടൈം കുറവാണെങ്കിൽ ഫോഴ്സ് കൂടുതലായി, നല്ലോണം ഫോഴ്സ് ആക്ട് ചെയ്യും. ഓക്കെ അല്ലേ? ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Again, match the following. ന്യൂട്ടൺ ഫസ്റ്റ് ലോ ഏതാ, ലോ ഓഫ് ഇനേഷ്യ എന്ന് പറയാം, അല്ലെ? കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം എന്താ പറയുന്നത്, മൊമെന്റം ബിഫോർ കൊളീഷൻ ഈസ് ഈക്വൽ ടു മൊമെന്റം ആഫ്റ്റർ കൊളീഷൻ. ന്യൂട്ടൺസ് തേർഡ് ലോ, ആക്ഷൻ റിയാക്ഷനെ പറ്റിയാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഇമ്പൾസ്. എന്താണ് ഇമ്പൾസ് പറയുന്നത്, ഇമ്പൾസ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം. ഓരോന്ന് ആവശ്യം വരുമ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും, നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. അല്ല, ഇമ്പൾസ് ചേഞ്ച് മൊമെന്റ് ഞാനിപ്പോ പറയാം, കേട്ടിരുന്നു, ഇമ്പോർട്ടന്റ് ആണ്. നമുക്കറിയാം സെക്കൻഡ് ലോ, ഫ്രം സെക്കൻഡ് ലോ എഫ് ഇസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി. ഓക്കെ, എന്താ ഡി പി ചേഞ്ച് ഇൻ മൊമെന്റം ആണ്. അപ്പൊ എഫ് ഇസ് ഈക്വൽ ടു എം വി മൈനസ് എം യു, അല്ലെ? കുഴപ്പമുണ്ടോ, ഇത് ഫൈനൽ മൊമെന്റം, ഇത് ഇനീഷ്യൽ മൊമെന്റം, എടുത്ത ടൈം ടി ആണ് വെച്ചു. ഓക്കെ, ആ ടി ഞാൻ ഇപ്പഴേ കൊണ്ടു. എഫ് ഇൻറ്റു ടി is equal to mv minus mv. ഈ എഫ് ഇൻറ്റു ടി എ പറയുന്ന പേരാണ് ഇമ്പൾസ്. ഇമ്പൾസ് ഫോഴ്സ് ഇൻറ്റു ടൈം ആണ് ഇമ്പൾസ്. സോ ഇമ്പൾസ് ഈസ് ഈക്വൽ ടു വാട്ട് ഈസ് എം വി മൈനസ് എം യു, ഫൈനൽ മൊമെന്റം മൈനസ് ഇനീഷ്യൽ മൊമെന്റം. എന്താണ്, ചേഞ്ച് ഇൻ മൊമെന്റം ആണ്. സോ ഇതാണ് ഇമ്പൾസ് മൊമെന്റം തിയറി. ഇമ്പൾസ് ഈസ് ഈക്വൽ എന്താണ്, ചേഞ്ച് ഇൻ മൊമെന്റം ആണ്. ഇമ്പൾസ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം ആണ്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്. Next one. According to Newton's law of motion, the force depends on the rate of change of momentum. Name the law that helps to measure force. This is the law. Second law, right? Appo name the law that helps to measure the force, right? Force measure help in second law, F equal to ma. F equal to ma. Second law. Next one. Using the above law, deduce an expression for force. പാലോചന നമ്മൾ ഫോഴ്സിന് ഇക്വേഷൻ ഡെറിവ് ചെയ്യാം. ഈസി ആണ്, നോക്കാം.
From second law, F equal to dp by dt. dp by dt. What is P? You know that P equal to mv. So F equal to d by dt of P ക്ക് പകരം mv കൊടുക്കുക. M is constant. So F equal to, if m equal to constant, m എന്ത് ചെയ്യാൻ വേണ്ടി കൊടുക്കാം, m into dv by dt അല്ലേ. കോൺസ്റ്റന്റ് ആണെങ്കിൽ എന്ത് ചെയ്യാം, ഡെറിവേറ്റീവിന്റെ വെളി കൊണ്ട് f equal to m into dv by dt. What is dv by dt? Rate of change of velocity, which is acceleration. So f equal to m into d. കിട്ടി അത്രയും. അപ്പോൾ ഇത് സെക്കൻഡ് ലോ, അതിൽ എന്ത് കിട്ടി, f equal to m. കണ്ടീഷൻ എന്താ, m കോൺസ്റ്റന്റ് ആണ്. അങ്ങനെ കണ്ടീഷൻ കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, m നമുക്ക് വെളിയിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ. ക്ലിയർ അല്ലേ? അടുത്ത്, a man jumping out of a moving bus falls with his head forward. What should he do in order to land safely? ഓടുന്ന ബസ്സിൽ നിന്ന് ഒരാൾ ചാടി ഇറങ്ങണം. അപ്പൊ വീഴാതിരിക്കണേ അയാൾ എന്ത് ചെയ്യണം, അയാൾ കുറച്ച് ദൂരം ഓടണം. പെട്ടെന്ന് നിൽക്കാൻ പാടില്ല അല്ലെ, പയ്യെ ഓടി എന്ത് ചെയ്യണം, സ്പീഡ് കുറച്ച് കൊണ്ടുവരണം. എന്താ റീസൺ? അപ്പോ ബസ്സിന് ചാടി ഇറങ്ങുന്ന സമയത്ത് എന്റെ കാല് ഗ്രൗണ്ടിൽ ടച്ച് ചെയ്തു. അപ്പൊ എന്ത് പറ്റും, എന്റെ കാലിന്റെ സ്പീഡ് 0 ആയിട്ട് മാറും. പക്ഷെ എന്റെ ബോഡി എന്താ, ഇനേഷ്യ ഉള്ളതുകൊണ്ട് അപ്പോഴും ബോഡിക്ക് എന്ത് വെലോസിറ്റി ഉണ്ടാവും, ആ ബസ്സിന്റെ വെലോസിറ്റി ഉണ്ടാവും. അപ്പൊ എന്താ ചെയ്യാം, ബോഡി അപ്പോഴും ഫ്രണ്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കും. ഓടുന്ന ബസ് ചാടി ഇറങ്ങാണ് അല്ലെ, ബോഡിക്ക് അപ്പോഴും ആ മേളിലേക്കുള്ളതാണ്, അപ്പോഴും ആ ബസ്സിന്റെ സ്പീഡ് ഉണ്ട്. കാല് മാത്രമേ ടച്ച് ചെയ്തിട്ടുള്ളൂ. അപ്പൊ കാലിന്റെ ബസ്സിലായി, പക്ഷെ ബോഡിക്ക് അപ്പോഴും ഉണ്ട്, വെലോസിറ്റി ഉണ്ട്, ആ ബസ്സിന്റെ വെലോസിറ്റി ഉണ്ടാവും. അപ്പൊ എന്താ ചെയ്യാം, ഇനേഷ്യ കാരണം ഇനേഷ്യ എന്താ ചെയ്യാം, ആ ബോഡി ഫ്രണ്ടിലോട്ടായി. അപ്പൊ നമ്മളത് വീഴാൻ ചാൻസ് ഉണ്ട്, ഫ്രണ്ടിലേക്കാണ് വീഴാൻ ചാൻസ്. അപ്പൊ അങ്ങനെ വീഴാതിരിക്കണേ എന്ത് ചെയ്യണം, കാല് പെട്ടെന്ന് ടെസ്റ്റിലാവാൻ പാടില്ല. അപ്പൊ എന്താ ചെയ്യണ്ടേ, ചാടി ഇറങ്ങുമ്പോൾ എന്താ ചെയ്യാം, പയ്യെ ഓടിക്കൊണ്ടിരിക്കും. ഓടി എന്ത് ചെയ്യാം, പയ്യെ സ്പീഡ് കുറച്ചുകൊണ്ട്. ക്ലിയർ? ഓക്കെ അല്ലേ? അപ്പൊ ഇനേഷ്യ ആണ് റീസൺ. മുകളില് അപ്പോഴും ആ ബസ്സിന്റെ സ്പീഡ് ഉണ്ടാവും, താഴെ റെസ്റ്റിലായിട്ടുണ്ടാവും. ഫ്രണ്ടിലോട്ട് ആയ ചാൻസ് ഉണ്ട്, വീഴാൻ ചാൻസ് ഉണ്ട്. അത് ഒഴിവാക്കാൻ എന്ത് ചെയ്യണം, കാല് പെട്ടെന്ന് റെസ്റ്റിലേക്ക് വരാൻ പാടില്ല. ചാടും എന്താ ചെയ്യാം, ഓടിക്കൊണ്ട് പയ്യെ സ്പീഡ് കുറച്ച് നിൽക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A circular track of radius 400 meter is kept with outer edge raised to make 5 degree with horizontal. What do you call this type of construction of tracks? ഒരു സർക്കുലർ ട്രാക്ക്, അതിന്റെ ഔട്ടർ എഡ്ജ് പൊക്കി വയ്ക്കുകയാണെങ്കിൽ അതിനെന്താ പറയാ, ബാങ്കിങ് ഓഫ് ട്രാക്ക് എന്ന് പറയും അല്ലെ. Obtain an expression for the maximum permissible speed considering the force of friction. നമ്മൾ ചെയ്തു. V is equal to root of rg into vs plus tan theta by 1 minus vs tan theta. ഡെറൈവ് ചെയ്തു, ഇമ്പോർട്ടന്റ് ആണ്. Calculate the maximum permissible speed of the car if the coefficient of friction is 0. ഇങ്ങനെ ചെയ്യാം. ഇക്വേഷൻ നമുക്ക് അറിയാലോ. എന്താണ് ഇക്വേഷൻ? V is equal to root of rg into us plus tan theta by 1 minus us tan theta. V is equal to root of r radius of track 400, g 9.8 എടുക്കാം അല്ലേ, into us coefficient of friction എത്രയാ 0 plus tan theta എത്രയാ ബാങ്കിന്റെ ആംഗിൾ 5 degree tan 5 by 1 minus us again 0.2 tan theta tan 5. സോ എന്ത് കിട്ടും, ആൻസർ കിട്ടും. ഓക്കെ, ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്യണം. root of rg into vs plus tan theta by 1 minus vs tan theta. അതാണ് മാക്സിമം സ്പീഡ് ഒരു ബാങ്ക് ചെയ്ത റോഡിലെ ഇക്വേഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A car is moving with a constant speed on a straight line. A straight line a car constant speed move ചെയ്യുക. What is the net work done by the external force on the car? What is the net work done by the external force on the car? അപ്പോൾ ഒരു കാർ ഒരു സ്ട്രൈറ്റ് ലൈനിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാ മൂവ് ചെയ്യുന്നത്? കോൺസ്റ്റന്റ് സ്പീഡിലാണ് മൂവ് ചെയ്യുന്നത്. വി അവിടെ കോൺസ്റ്റന്റ് ആണ്, മീനിങ് എന്താ, ആക്സിലേഷൻ ഇല്ല. കോൺസ്റ്റന്റ് സ്പീഡിന്റെ മീനിങ് എന്താ, ആക്സിലേഷൻ ഇല്ല. അപ്പൊ നമുക്കറിയാം F equal to m ആണ്. അപ്പൊ നെറ്റ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ അവിടെ എന്തില്ല, 0 ആണ് അല്ലെ. എന്താ റീസൺ? ആക്സിലേഷൻ ഇല്ല. A 0 ആണെങ്കിൽ പിന്നെ F എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പൊ അവിടെ എന്താ ആക്ട് ചെയ്യുന്നില്ല, ഒരു നെറ്റ് ഫോഴ്സ് അവിടെ ആക്ട് ചെയ്യുന്നില്ല. ഈ വർക്ക് ആണ് എങ്ങനെയാ, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ അവിടെ വർക്ക് ഉണ്ടാവോ? വർക്കില്ല, കാരണം ഫോഴ്സ്
ഫോഴ്സ് ആക്ട് ചെയ്യുന്നില്ല. നെറ്റ് ഫോഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ ആക്സിലറേഷൻ 0 ആവത്തില്ലായിരുന്നു. അങ്ങനെയാണ് ഈ വർക്ക് ഉണ്ടായത്. ഇവിടെ എന്താ പ്രശ്നം? വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്. സോ ആക്സിലറേഷൻ 0 ആണ്. ആക്സിലറേഷൻ 0 ആണെങ്കിൽ നെറ്റ് ഫോഴ്സ് എത്രയാ? 0. നെറ്റ് ഫോഴ്സ് 0 ആണെങ്കിൽ വർക്ക് എത്രയാ? 0. സ്റ്റേറ്റ് വർക്ക് എഴുതിത്തരാം, അറിയാം, പഠിപ്പിച്ചിട്ടുണ്ട്, കൂടുതൽ പറയുന്നില്ല അല്ലെ. എന്താണ് വർക്ക് ഡൺ ബൈ എ ബോഡി, വർക്ക് ഡൺ ബൈ എ ഫോഴ്സ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി അല്ലെ. സി പാർട്ട്. A bullet of mass 10 gram and velocity 800 meter per second is passed through a mud wall of thickness 1 meter. If its velocity reduces to 100 meter per second, find the average resistance offered by the mud wall. ഒരു ബുള്ളറ്റ് എന്റെ മാസ് എന്ന് പറയുന്നത് 10 gram ആയിരുന്നു. 10 gram ആയിരുന്നു മാസ്. അതിന്റെ സ്പീഡ് 800 മീറ്റർ പെർ സെക്കൻഡ് ആയിരുന്നു. എന്താ ചെയ്തേ? അതൊരു മഡ് വാളിൽ കൂടെ ക്രോസ് ചെയ്ത് അപ്പുറം പോയി. എത്രയാ മഡ് വാളിന്റെ തിക്നെസ് എന്ന് പറയുന്നത്? 1 മീറ്റർ ആണ്. ആ മഡ് വാൾ തുറന്നു തരും, അത് ഇപ്പുറം എത്തി. എത്തിപ്പോ അതിന്റെ സ്പീഡ് എത്രയാ? എത്തിപ്പോ അതിന്റെ സ്പീഡ് എന്ന് പറയുന്നത് 100 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദി ആവറേജ് റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ദി മഡ് വാൾ. അങ്ങനെയാണെങ്കിൽ ആ മഡ് വാൾ ആ ബുള്ളറ്റിനെതിരെ കൊടുത്ത റെസിസ്റ്റൻസ് കാണും. ഓക്കെ, ക്ലിയർ അല്ലേ? നോക്കാം നമുക്ക്. ഇപ്പൊ മാസിന് എന്തായാലും മാറ്റം ഉണ്ടാവില്ല. ബുള്ളറ്റിന്റെ മാസിന് യാതൊരു മാറ്റമില്ല. അത് 10 gram തന്നെയാണ്. 10 gram തന്നെയാണ്. ബുള്ളറ്റിന്റെ എന്ത് മാറി? വെലോസിറ്റി മാറി. 800 ആയിരുന്നു, എന്തായിട്ട് മാറി? അത് 100 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് മാറി. വെലോസിറ്റി മാറി, അപ്പൊ എന്തും മാറും? മൊമെന്റം മാറും. മൊമെന്റം മാറിയാൽ അവിടെ എന്താ ആക്ട് ചെയ്യുന്നുണ്ടാവും? ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടാവും അല്ലെ. അപ്പൊ ഈ ബുള്ളറ്റ് ഇങ്ങനെ പോകുന്ന സമയത്ത് എന്താ ചെയ്യാം? ആ മഡ്വാൾ എന്ത് ചെയ്യും? ആ മോഷനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും. ആ ഫോഴ്സ് ആണ് കാണുന്നത്. അപ്പൊ ആ ഫോഴ്സ് എന്ന് പറയുന്നത് കൊണ്ടാണ് എന്ത് ചെയ്ത് ആ ബുള്ളറ്റിന്റെ മൊമെന്റം മാറുന്നത്. ക്ലിയർ? ബുള്ളറ്റ് സ്പീഡ് മാറി, വെലോസിറ്റി മാറി. ബുള്ളറ്റ് ആ മഡ്വാളിന്റെ പോകുമ്പോൾ എന്താ ചെയ്യാം? ആ മോഷൻ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു റെസിസ്റ്റൻസ് ഓഫർ ചെയ്യും. ആ ഫോഴ്സ് കാരണം എന്ത് ചെയ്യും? ആ ഫോഴ്സ് കാരണമാണ് എന്ത് ചെയ്യുന്നത്? ആ ബുള്ളറ്റിന്റെ സ്പീഡ് കുറയുന്നത് അല്ലെങ്കിൽ മൊമെന്റം മാറുന്നത്. ഓക്കെ, നമുക്ക് എന്ത് കാണണം? ആവറേജ് റെസിസ്റ്റൻസ് കാണണം. എന്താണ് ഈ റെസിസ്റ്റൻസ്? ഫോഴ്സ് ആണ്. അപ്പോ ഈ മഡ്വാള് ആ ബുള്ളറ്റിന് ഓപ്പോസിറ്റ് കൊടുത്ത ഫോഴ്സ് ആണ് കാണേണ്ടത്. എന്താ റെസിസ്റ്റൻസ്? ഫോഴ്സ് ആണ്. അപ്പൊ റെസിസ്റ്റൻസ് കാണാൻ പറഞ്ഞാൽ കണ്ടാൽ മതി, ഫോഴ്സ് കണ്ടാൽ മതി. സോ എഫ് ആണ് കാണേണ്ടത്. വാട്ട് ഈസ് എഫ്? എഫ് ഈക്വൽ ടു എം. അപ്പൊ ആ ബുള്ളറ്റിന് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് കണ്ടുപിടിച്ചാൽ മതി. ആ ബുള്ളറ്റില് ആ മഡ്ബോൾ കാരണം ആക്ട് ചെയ്യുന്ന ഫോഴ്സ് കണ്ടുപിടിച്ചാൽ മതി. എന്താണ് ഫോഴ്സ്? എം എ. ബുള്ളറ്റിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് കാണാൻ പറയുമ്പോൾ എഫ് ഈക്വൽ ടു എം എ ആണ്. എം എന്താ? ബുള്ളറ്റിന്റെ മാസ്. ഇനി എ എന്താ? ബുള്ളറ്റിന്റെ ആക്സിലറേഷൻ. ശരിയല്ലേ? മാസ് നമുക്കറിയാം, നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി? ആക്സിലറേഷൻ കിട്ടിയാൽ മതി. ഒന്നുകൂടെ കേൾക്കല്ലേ കോൺസെപ്റ്റ്. ബുള്ളറ്റ് ഇങ്ങനെ തുളഞ്ഞു പോയിട്ട് ഇപ്പോഴെത്തി. വെലോസിറ്റി കുറഞ്ഞു. വെലോസിറ്റി കുറയുമ്പോൾ അവിടെ നിന്നുണ്ടാവും ആക്സിലറേഷൻ ഉണ്ടാവും. അപ്പോൾ അവിടെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നില്ലേ? ആ ഫോഴ്സ് ആക്ട് ചെയ്യാൻ കാരണം എന്താ? ഈ മഡ്വാളാണ്. ആ മഡ്വാൾ എന്ത് ചെയ്യുന്നുണ്ട്? ആ ബുള്ളറ്റ് പോകുമ്പോൾ അതിന്റെ മോഷനെതിരെ ഒരു റെസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ട്. ആ റെസിസ്റ്റൻസ് ആണ് ഫോഴ്സ് ആക്ട് ചെയ്യണേ അല്ലെ. അപ്പൊ ആ ഫോഴ്സ് കണ്ടുപിടിച്ചാൽ മതി. ഫോഴ്സ് ആണ് നമുക്കറിയാം എം എ. ആ ഫോഴ്സ് എവിടെ ആക്ട് ചെയ്യുന്നേ? ബുള്ളറ്റിനകത്ത്. ആ ബുള്ളറ്റിന്റെ മോഷൻ ഓപ്പോസിറ്റ് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നതാണ് എന്ത് ചെയ്യുന്നത്? അതിന്റെ വെലോസിറ്റി കുറയുന്നത്. മോഷൻ ഓപ്പോസിറ്റ് ആ ഫോഴ്സ്. അപ്പൊ എന്ത് പറ്റി? വെലോസിറ്റി കുറഞ്ഞു. അപ്പൊ ബുള്ളറ്റിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് കാണണ്ടേ അല്ലെ. റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ മഡ്ബോൾ എന്ന് പറയുമ്പോൾ ബുള്ളറ്റിൽ ആക്ട് ചെയ്ത ഫോഴ്സ് ആണ് കാണണ്ടേ. എഫ് ഈക്വൽ ടു എം എ. എം എന്താണ്? മാസ് ഓഫ് ബുള്ളറ്റ്. എ എന്താണ്? ആക്സിലറേഷൻ ആണ്. റൈറ്റ്? മാസ് നമുക്കറിയാം. നമുക്ക് എന്ത് വേണം? ആക്സിലറേഷൻ വേണം. ഈ ബുള്ളറ്റ് ഇവിടെ വരെ എത്തുമ്പോൾ എത്ര സ്പീഡ്? 800. ഇവിടുന്ന് ഇറങ്ങുമ്പോൾ എത്ര സ്പീഡ്? 100 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോ ഇവിടുന്ന് ഇവിടെ വരെ എത്തിയപ്പോ എത്ര ദൂരം ട്രാവൽ ചെയ്തു? ആ മഡ്ബോൾ കംപ്ലീറ്റ് ക്ലോസ് ചെയ്തു. എത്ര തിക്നെസ്? 1 മീറ്റർ ആണ്. അപ്പൊ ഇവിടുന്ന് ഇവിടം വരെ എത്ര ദൂരം ട്രാവൽ ചെയ്തു? 1 മീറ്റർ ട്രാവൽ ചെയ്തു. അപ്പൊ നമുക്ക് എസ് അറിയാം. എസ് എത്രയാണ്? 1 മീറ്റർ ആണ്. ഇനി യു അറിയാം. എത്ര ഇനീഷ്യൽ സ്പീഡ് ഇവിടെ? യു 800 ആണ്. ഇവിടെ എത്ര വെലോസിറ്റി? 100 ആണ്. ഫൈനൽ സ്പീഡ് ആണ് വി ആണ്. 100 മീറ്റർ പെർ സെക്കൻഡ് ആണ്. റൈറ്റ്? നമുക്ക് എന്താ വേണ്ടേ? ആക്സിലറേഷൻ ആണ് വേണ്ടേ. അപ്പൊ വിയും യുവും എസും ഒക്കെ ഉള്ള ഇക്വേഷൻ ഏതാ? വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as.
From that we get A is equal to B square minus U square by 2s. ശരിയല്ലേ? ബി സ്ക്വയർ നമുക്കറിയാം എത്രയാ ഫൈനൽ വെലോസിറ്റി? പുറത്തിറങ്ങുമ്പോൾ 100 മീറ്റർ പെർ സെക്കൻഡ്, കയറുമ്പോൾ 800 മീറ്റർ പെർ സെക്കൻഡ് ബൈ താഴെ 2 into എസ് എത്ര ദൂരം ട്രാവൽ ചെയ്തു? 1 മീറ്റർ. നമുക്ക് എന്ത് കിട്ടപ്പോ? എ കിട്ടി. ഇനി അപ്പൊ ആക്സലറേഷൻ കിട്ടി, ഇനി ഫോഴ്സ് എന്താ മതി അല്ലെ? സോ എഫ് ഈസ് ഈക്വൽ ടു എം എ ആണ് അല്ലെ? റെസിസ്റ്റൻസ് മീൻസ് ആ ബുള്ളറ്റ് ആയിരുന്ന ഫോഴ്സ് ആണ്, എഫ് ഈക്വൽ എം എ ആണ്. അപ്പൊ എം ഇൻറ്റു എം എത്രയാ? 10 ഗ്രാം ആണ്. 10 ഗ്രാം നമ്മൾ കിലോഗ്രാം ആക്കണം. 10⁻³ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം ഇൻറ്റു ആക്സലറേഷൻ. എത്ര ആക്സലറേഷൻ പറയുന്നത്? 100 സ്ക്വയർ മൈനസ് 800 സ്ക്വയർ ബൈ 2. ആ സോൾവ് ചെയ്യുമ്പോൾ ആൻസർ കിട്ടും. ഓക്കെ, നമുക്കറിയാം ചെറുതിന് വലുതാണ് കുറയ്ക്കണേ. എഫ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. എഫ് നെഗറ്റീവ് മീനിങ് എന്താ? മോഷന് ഓപ്പോസിറ്റ് ആക്ട് ചെയ്യണം അല്ലെ? റെസിസ്റ്റൻസ് ആണ്. സോ മോഷൻ ഓപ്പോസിറ്റ് എന്താ ആക്ട് ചെയ്യണേ? ആ ഫോഴ്സ് ആക്ട് ചെയ്യണം. ക്ലിയർ? ഈസി ക്വസ്റ്റ്യൻ. ഒന്നുകൂടെ കേൾക്കാം. വെലോസിറ്റി മാറി, വെലോസിറ്റി മാറുമ്പോൾ ആക്സിലേഷൻ ഉണ്ട്. ഡിസ്റ്റൻസ് അറിയാം, ഇനീഷ്യൽ വെലോസിറ്റി അറിയാം, ഫൈനൽ വെലോസിറ്റി അറിയാം. എന്ത് കിട്ടും? ആക്സിലേഷൻ കിട്ടും. നമുക്ക് വേണ്ടത് ഫോഴ്സ് ആക്ടിംഗ് ഓൺ ബുള്ളറ്റ് ആണ്. എഫ് ഈക്വൽ ടു എം എ. മാസ് അറിയാം, ആക്സിലേഷൻ കണ്ടുപിടിച്ചു, കൊണ്ടേ കൊടുക്കും. എന്ത് കിട്ടിക്കോളും? ഫോഴ്സ് കിട്ടിക്കോളും. ഓക്കെ.